പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. നമസ്കാരം, ഞാൻ രമേശ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. സംസ്ഥാനം അൺലോക്കിലേക്ക്. രോഗവ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക നിയന്ത്രണങ്ങൾ അർദ്ധരാത്രി മുതൽ. സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്ക് ഇനി ബെവ്ക്യൂ ആപ്പില്ല. ബെവ്കോ ഔട്ട്ലെറ്റുകൾ നേരിട്ടെത്തി നാളെ മുതൽ മദ്യം വാങ്ങാം. വിൽപ്പന കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച്. ആരാധനാലയങ്ങൾ തുറക്കാത്തതിൽ കടുത്ത വിമർശനവുമായി NSSും സമസ്തയും. ബെവ്കോ ഔട്ട്ലെറ്റ് തുറന്നിട്ടും ആരാധനാലയങ്ങൾ തുറക്കാത്തത് എന്താണെന്ന് NSS. സർക്കാർ വിശ്വാസികളുടെ അവകാശം ഹനിക്കുകയാണെന്ന് വിമർശനം. മലപ്പുറത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. ജില്ലാ കളക്ടർക്ക് സമസ്ത നേതാക്കൾ നിവേദനം നൽകി. സംസ്ഥാനത്ത് 13,270 പുതിയ കോവിഡ് കേസുകളും 147 മരണവും. 15,689 പേർക്ക് രോഗമുക്തി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.79%. വിവാദ മരം മുറിക്കൽ ഉത്തരവിന് വഴിയൊരുക്കിയത് സർവകക്ഷി യോഗം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. ഭൂപതിവ് ചട്ടത്തിൽ യോഗം ഇളവ് ആവശ്യപ്പെട്ടു. മിനിറ്റ്സിന്റെ പകർപ്പ് 24-ന്. മരം മുറിക്കൽ ഉത്തരവിൽ പ്രതിപക്ഷം പ്രതിരോധത്തിൽ. വിവാദ ഉത്തരവ് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുൻ റവന്യൂ മന്ത്രിക്ക് നൽകിയ കത്ത് പുറത്ത്. IC ബാലകൃഷ്ണന്റെ കത്താണ് കൈമാറിയത്. 24 ബിഗ് ബ്രേക്കിംഗ്. തെരഞ്ഞെടുപ്പിന് പണം സമാഹരിക്കാനാണ് CPIM CPI നേതൃത്വത്തിൽ വനം കൊള്ള നടന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. മരമുറിക്കൽ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്നും K സുരേന്ദ്രൻ. സംസ്ഥാനത്തെ 15,000 കേന്ദ്രങ്ങളിൽ BJPയുടെ പ്രതിഷേധം. മരമുറിക്കൽ കേസിൽ ADGP നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം മുട്ടിലിൽ. ക്രൈംബ്രാഞ്ചിന് പുറമെ വനം വിജിലൻസ് ഉദ്യോഗസ്ഥരും സംഘത്തിൽ. പട്ടയഭൂമിയിലെ മരം മുറിച്ച കടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി മടക്കി. പട്ടയഭൂമിയിലെ മരമുറിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മരങ്ങൾ കൊണ്ടുവന്ന മില്ലുടമകൾക്കെതിരെയും കേസ്. മച്ചാട് റേഞ്ചിന് കീഴിലുള്ള ചേലക്കരയിൽ നിന്ന് മുറിച്ച മരങ്ങൾ മില്ലുകളിൽ കണ്ടെത്തിയിരുന്നു. വിവാദ ഉത്തരവിന്റെ മറവിൽ എറണാകുളം നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ കോടിക്കണക്കിന് രൂപയുടെ മരം മുറിച്ചു കടത്തി. 3 കോടിയിലധികം രൂപയുടെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന് പ്രാഥമിക നിഗമനം. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി ഉത്തരവ്. നടപടി CK ജാനുവിന് NDA സ്ഥാനാർത്ഥിയാകാൻ 50 ലക്ഷം രൂപ കോഴ കൊടുത്തുവെന്ന പരാതിയിൽ കോടതിയെ സമീപിച്ചത് MSF നേതാവ്. ഉത്തരവ് സ്വാഗതാർഹമെന്ന് പ്രസീത അഴീക്കു. KPCC അധ്യക്ഷനായി K സുധാകരൻ ചുമതലയേറ്റു. 5 വർഷം കൊണ്ട് പാർട്ടിക്ക് പുതുജീവൻ നൽകുമെന്ന് K സുധാകരൻ. ചിരിക്കുന്നവരെല്ലാം സ്നേഹിതരാണെന്ന് കരുതരുതെന്ന് K സുധാകരന് രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പ്. വിഭാഗീയതകൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിന്നാൽ എല്ലാവർക്കും കൊള്ളാമെന്ന് K മുരളീധരൻ. KPCC യോഗത്തിലെ ആൾക്കൂട്ടത്തിൽ നടപടിയുമായി തിരുവനന്തപുരം മ്യൂസിയം പോലീസ്. കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘനത്തിന് കേസെടുത്തു. അതൃപ്തരായ നേതാക്കളെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് നീക്കം. രമേശ് ചെന്നിത്തലയെ ഡൽഹിക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി. മറ്റന്നാൾ ഡൽഹിയിലെത്താൻ നിർദ്ദേശം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം 23-ന് ചേരും. പുനഃസംഘടന അടക്കമുള്ള കാര്യങ്ങളിൽ പ്രാഥമിക ചർച്ചകൾ നടക്കും. പാർട്ടിയിൽ ആഭ്യന്തര ജനാധിപത്യവും അച്ചടക്കവും കൊണ്ടുവരാനാണ് ശ്രമിച്ചതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തത് പാർട്ടിയുടെ പ്രതിസന്ധി കാലത്ത്. അച്ചടക്കമില്ലാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്ഥാനമൊഴിഞ്ഞ മുല്ലപ്പള്ളിയെ പ്രശംസിച്ച് നേതാക്കൾ. വികസന പദ്ധതികൾ വേഗത്തിലാക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. കൊച്ചി മെട്രോയുടെ കലൂർ കാക്കനാട് പാതയുടെ ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കും. മലയോര ഹൈവേ DPR 3 മാസത്തിനകം. തീരദേശപാത 2 വർഷത്തിനകം പൂർത്തിയാക്കാൻ തീരുമാനം. ക്രിസ്ത്യൻ നാടാർ വിഭാഗത്തെ വിദ്യാഭ്യാസ സംവരണത്തിൽ ഉൾപ്പെടുത്തും. ലോക്ഡൌൺ ഇളവുകളുടെ പശ്ചാത്തലത്തിൽ KSRTC നാളെ മുതൽ സർവീസുകൾ നടത്തും. ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുക 12 മണിക്കൂർ മാത്രം. ദീർഘദൂര സർവീസുകളുടെ ഷെഡ്യൂളിൽ മാറ്റമില്ല. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20% മുകളിലുള്ള പ്രദേശങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകില്ലെന്ന് KSRTC. സ്വാശ്രയ കോളേജുകൾ അധിക ഫീസ് ഈടാക്കരുതെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ്. റെഗുലർ ക്ലാസുകൾ നടക്കാത്ത സാഹചര്യത്തിൽ ഫീസ് ആനുപാതികമായി കുറയ്ക്കണമെന്ന് നിർദ്ദേശം. ഫീസ് അടയ്ക്കാത്തതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസുകളും പരീക്ഷയും നിഷേധിക്കരുതെന്നും നിർദ്ദേശം. ലക്ഷദ്വീപിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി തുടങ്ങി ഭരണകൂടം. സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ അടയാളം സ്ഥാപിച്ചു. വികസന പ്രവർത്തനങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നുവെന്ന് വിശദീകരണം. നടപടികൾ ഭൂവുടമകളെ അറിയിക്കാതെ. അഗത്തി ബീച്ച് റോഡ് നിർമ്മാണത്തിൽ ദ്വീപ് ഭരണകൂടത്തിനെതിരായി നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി.
ഭരണപരിഷ്കാര നടപടികളിൽ വേഗം പോരെന്ന് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ. ഉത്തരവ് വേഗത്തിൽ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടറിമാർക്ക് നോട്ടീസ് നൽകി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയെന്നും കുറ്റപ്പെടുത്തൽ. നോട്ടീസിന്റെ പകർപ്പ് 24. ആയിഷ സുൽത്താനയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കരുതെന്ന് ലക്ഷദ്വീപ് പോലീസ് ഹൈക്കോടതിയിൽ. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി. അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന ആശങ്ക നിലനിൽക്കില്ലെന്ന് പോലീസ്. ലക്ഷദ്വീപിൽ CA സമരത്തിന്റെ ഭാഗമായി ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി. കോൺഗ്രസ് നേതാവ് ആച്ചക്കോയ, CPM നേതാക്കളായ റഹീം, അഷ്കർ അലി എന്നിവർക്കെതിരായ കേസിലാണ് നടപടി. 1 വർഷം മുൻപ് സ്ഥാപിച്ച ബോർഡിനെതിരെ 6 മാസം മുൻപാണ് ഗുരുതര വകുപ്പ് ചേർത്ത് കേസെടുത്തത്. കൊല്ലം പത്തനംതിട്ട അതിർത്തിയിൽ ഉൾക്കാട്ടിൽ തീവ്രവാദ ക്യാമ്പ് നടന്നെന്ന് സംശയം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ക്യാമ്പിൽ പങ്കെടുത്തെന്ന് വിലയിരുത്തൽ. തട്ടാകുടി കേന്ദ്രീകരിച്ച് അന്വേഷണം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തെന്നാണ് സംശയം. കൊല്ലം പത്തനാപുരത്തെ കണ്ടെത്തിയ സ്ഫോടക വസ്തുക്കൾ ബോംബ് നിർമ്മാണം പഠിക്കാൻ ഉപയോഗിച്ചവയെന്ന അന്വേഷണ സംഘം. സംഭവത്തിൽ NIA പ്രാഥമിക അന്വേഷണം തുടങ്ങി. അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിക്കും. ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP. പത്തനാപുരത്ത് 2 പേർ മരിച്ചത് സ്പിരിറ്റ് കഴിച്ചെന്ന് സംശയം. 2 പേർ ഗുരുതരാവസ്ഥയിൽ. മരിച്ചത് കടുവാത്തോട് സ്വദേശികൾ. കോവിഡ് കേന്ദ്രത്തിൽ സൂക്ഷിച്ച സർജിക്കൽ സ്പിരിറ്റ് കുടിച്ചെന്ന് പ്രാഥമിക നിഗമനം. സംസ്ഥാനത്ത് കാലവർഷം ദുർബലമാകുന്നു. മഴ മുന്നറിയിപ്പുകൾ വടക്കൻ കേരളത്തിൽ മാത്രമാക്കി ചുരുക്കി. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. വെള്ളിയാഴ്ച വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് വിലക്ക്. CBSE 12ാം ക്ലാസ് മൂല്യനിർണ്ണയത്തിന് മാർഗരേഖയായി. 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായി 10, 11 ക്ലാസുകളിലെ ഫലവും പരിഗണിക്കാൻ തീരുമാനം. നിർദ്ദേശം മൂല്യനിർണ്ണയത്തിന് മാനദണ്ഡം തീരുമാനിക്കാൻ ചുമതലപ്പെടുത്തിയ 13-അംഗ സമിതിയുടേത്. CBSE നാളെ സുപ്രീം കോടതിയെ നിലപാടറിയിക്കും. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്കുകളിൽ കുറവ്. 24 മണിക്കൂറിനിടെ 62,214 പോസിറ്റീവ് കേസുകളും 2,542 മരണവും. രോഗമുക്തി നിരക്ക് 96% കടന്നു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി പ്രായോഗിക പരീക്ഷകൾ ഈ മാസം 28 മുതൽ. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം NSQF പ്രായോഗിക പരീക്ഷകൾ ജൂൺ 21 മുതൽ. പരീക്ഷകൾ നടത്തുക കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച്. കാട്ടാക്കടയിൽ വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ നടപടി. 4 പോലീസുകാർക്കെതിരെ അന്വേഷണത്തിന് DIGയുടെ ഉത്തരവ്. കാട്ടാക്കട SI അനീഷ്, ഗ്രേഡ് SI സുരേഷ് കുമാർ, CPOമാരായ ബിനു, അനുരാഗ് എന്നിവർക്കെതിരെയാണ് നടപടി. നിയമപരിരക്ഷ നഷ്ടപ്പെട്ടതോടെ ട്വിറ്ററിനെതിരെ കേസ്. ഗാസിയാബാദ് ആൾക്കൂട്ട മർദ്ദന വാർത്ത തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചുവെന്ന് ആരോപിച്ചാണ് കേസ്. FIR രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ ട്വിറ്ററിൽ പ്രതികരിച്ച കോൺഗ്രസ് നേതാക്കൾക്കും മാധ്യമപ്രവർത്തകർക്കെതിരെയും കേസ്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ ധർമ്മരാജനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട അന്വേഷണ സംഘം. ബിസിനസ് സംബന്ധമായ രേഖകൾ കൈമാറണമെന്ന നിർദ്ദേശം. സപ്ലൈകോയുടെ വിതരണക്കാരനാണെന്നും പഴം പച്ചക്കറി മൊത്ത കച്ചവടക്കാരനാണെന്ന ധർമ്മരാജന്റെ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. സിദ്ദിഖാപ്പൻ പ്രതിയായ സമാധാന ലംഘന കേസ് നടപടികൾ അവസാനിപ്പിച്ച് മധുര സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ്. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. തനിക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് എടുത്തത് കള്ളക്കേസുകളെന്ന് സിദ്ദിഖാപ്പൻ. രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി. പെട്രോൾ 25 പൈസയും ഡീസലിന് 14 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില 96 രൂപ 76 പൈസ. 16 ദിവസത്തിനിടെ വില വർദ്ധിപ്പിച്ചത് 9 തവണ. 40 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ജ്വല്ലറികൾക്ക് ഹാൾമാർക്കിംഗ് നിർബന്ധമല്ല. ഹാൾമാർക്കിംഗ് ഇല്ലാത്ത വിൽപ്പനയ്ക്ക് ഓഗസ്റ്റ് വരെ പിഴ ഈടാക്കില്ല. മൊത്തവിതരണക്കാർക്കും ആഭരണ നിർമ്മാതാക്കൾക്കുമാണ് ഇളവ്. സംസ്ഥാന ഭാഗ്യക്കുറി ഓഫീസുകളിൽ നാളെ മുതൽ ലോട്ടറി വിൽപ്പന പുനരാരംഭിക്കും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടർന്ന് മാറ്റിവെച്ച ഭാഗ്യക്കുറികളുടെ നറുക്കെടുപ്പ് ഈ മാസം 25 മുതൽ ആരംഭിക്കാനും തീരുമാനം. സൗദിയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരിച്ചു. കൊല്ലം ഇത്തിക്കര സ്വദേശി സനലാണ് മരിച്ചത്. അൽഹസക് അടുത്ത് ജബൽ ഷോബയിലാണ് സംഭവം. സഹപ്രവർത്തകനായ ആഫ്രിക്കൻ സ്വദേശിയാണ് സനലിനെ ആക്രമിച്ചത്. പാലക്കാട് മൃതദേഹത്തോട് അനാദരവ് കാണിച്ചെന്ന് പരാതി. ആരോപണം പട്ടാമ്പിയിലെ സേവന ആശുപത്രിക്കെതിരെ. മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം എലിക്കരണ്ട നിലയിലെന്ന് ബന്ധുക്കൾ. സംഭവത്തിൽ ആശുപത്രിയോട് വിശദീകരണം തേടി ആരോഗ്യമന്ത്രി. മലയാള നാടകകൃത്തും സംവിധായകനുമായ A. ശാന്തകുമാർ അന്തരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് അന്ത്യം. 2010 മികച്ച നാടകകൃത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയിട്ടുണ്ട്. അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നീറ്റ് PG പരീക്ഷ മാറ്റിവെച്ചതിനെതിരെ സമർപ്പിച്ച ഹർജി കർണാടക ഹൈക്കോടതി തള്ളി. നയപരമായ തീരുമാനത്തിൽ തെറ്റ് കാണുന്നില്ലെന്ന് കോടതി. കോവിഡ് 2ാം തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ വിദഗ്ധരുടെ അടക്കം നിലപാട് തേടിയ ശേഷം കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനമെന്നും കർണാടക ഹൈക്കോടതി. ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ മെഹുൽ ചോക്സിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി CBI. കോടതിയിൽ സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലുള്ളത് ചോക്സി ഉൾപ്പെടെ 22 പേർ. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ CBI ഡൊമിനിക്ക കോടതിയിൽ സമർപ്പിക്കും.
ടൂൾ കിറ്റ് കേസിൽ ട്വിറ്റർ ഇന്ത്യ MD മനീഷ് മഹേശ്വരിയെ ഡൽഹി പോലീസ് ചോദ്യം ചെയ്തു. നടപടി BJP വക്താവ് സാംബിത് പത്രയുടെ പരാതിയിൽ. പോലീസ് ചോദ്യം ചെയ്തത് മെയ് 31. രാജ്യത്തെ കോവിഡ് ബാധിച്ചവരുടെ കണക്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനം. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പ്രതിസന്ധിയിലായവർക്കും സഹായം ലഭ്യമാക്കുക ലക്ഷ്യം. നടപടി കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന ആരോപണം ഉന്നയിച്ചു. ചെന്നൈയിൽ കോവിഡ് ബാധിതനെ കൊലപ്പെടുത്തിയ കേസിൽ ആശുപത്രിയിലെ ശുചീകരണ തൊഴിലാളി അറസ്റ്റിൽ. ജൂൺ 8-ന് രോഗിയുടെ അഴുകിയ മൃതശരീരം കണ്ടെത്തിയതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് നടപടി. നാഗാലാൻഡിൽ ലോക്ഡൌൺ നീട്ടി. ഈ മാസം 30 വരെ നിയന്ത്രണങ്ങൾ തുടരും. അവശ്യ സേവനങ്ങൾക്കും ചരക്ക് ഗതാഗതത്തിനും ഒഴികെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകം. പശ്ചിമ ബംഗാളിൽ 3187 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിനിടെ 69 മരണം. 21,152 പേർക്ക് രോഗമുക്തി. കോവിഡ് ബാധിച്ച കുട്ടികൾക്കും അവരുടെ അമ്മമാർക്കുമായി ആശുപത്രി സൗകര്യങ്ങൾ ഒരുക്കി പശ്ചിമ ബംഗാൾ. ഒരുങ്ങുന്നത് 10,000 ബെഡുകളും അനുബന്ധ സൗകര്യങ്ങളും. കോവിഡ് 3ാം തരംഗം മുന്നിൽ കണ്ടാണ് നടപടികളെന്ന് സർക്കാർ. ഒഡീഷയിൽ നാളെ മുതൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 5-ൽ താഴെയുള്ള 17 ജില്ലകളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 5 വരെ എല്ലാ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കും. മറ്റ് 13 ജില്ലകളിൽ രാവിലെ 6 മുതൽ 1 വരെ മാത്രമാണ് പ്രവർത്തനാനുമതി. കോവിഷീൽഡ് വാക്സിന്റെ ഇടവേള വർദ്ധിപ്പിച്ചത് ശാസ്ത്രീയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലെന്ന വിശദീകരണവുമായി കേന്ദ്രമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. വിശദീകരണം: വാക്സിൻ ഡോസുകളുടെ ഇടവേള 12 മുതൽ 16 ആഴ്ചയാക്കി ഉയർത്തുന്നതിനെതിരെ വിമർശനമുയർന്ന സാഹചര്യത്തിൽ. ചിരാഗ് പാസ്വാനെതിരെ LJP നേതാവ് പശുപതി കുമാർ. തെരഞ്ഞെടുപ്പിൽ NDAയുമായി സഖ്യം ചേരാൻ തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. ചിരാഗ് പാസ്വാൻ ഇതിന് സമ്മതിക്കാത്തത് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമായെന്നും പശുപതി കുമാർ. അന്താരാഷ്ട്ര വാർത്ത. കാലിഫോർണിയയിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ്. രോഗവ്യാപനത്തിൽ കുറവ് വന്നതോടെയാണ് പുതിയ തീരുമാനം. നഗരങ്ങൾ തുറന്നതോടെ നിരത്തിലിറങ്ങിയത് നിരവധി പേർ. അമേരിക്കയിൽ ആദ്യമായി കോവിഡ് ലോക്ഡൌൺ ഏർപ്പെടുത്തിയ പ്രദേശമായിരുന്നു കാലിഫോർണിയ. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള നിർണായക കൂടിക്കാഴ്ച അവസാനിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ കൂടിക്കാഴ്ച 5 മണിക്കൂർ നീണ്ടു. 14 മില്യൺ ജോൺസൺ ആൻഡ് ജോൺസൺ വാക്സിനുകൾക്ക് കൂടി അനുമതി നൽകിയ അമേരിക്ക. മറ്റ് രാജ്യങ്ങളിലേക്കും അധികം വൈകാതെ വാക്സിനുകൾ എത്തിക്കുമെന്ന് അധികൃതർ. ജോൺസൺ ആൻഡ് ജോൺസന്റെ 1 ഡോസ് വാക്സിനാണ് അനുമതി ലഭ്യമായത്. വാക്സിനുകൾ സ്വീകരിച്ചവർക്കായി ലക്കി ഡ്രോ സംഘടിപ്പിച്ച ഹോങ്കോങ്. വാക്സിൻ സ്വീകരിക്കാനുള്ള ആളുകളുടെ വിമുഖത അകറ്റുകയാണ് ലക്ഷ്യം. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4.5 ലക്ഷത്തോളം പേർ. ഈ മാസം 20-ന് കോവിഡ് കർഫ്യൂ നീക്കാനൊരുങ്ങി ഫ്രാൻസ്. നാളെ മുതൽ രാജ്യത്ത് മാസ്ക് നിർബന്ധമാകില്ല. നടപടി കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ നിന്ന് പ്രധാനമന്ത്രി. നേപ്പാളിലെ വെള്ളപ്പൊക്കത്തിൽ മരണസംഖ്യ 10 ഉയർന്നു. നിരവധി പേരെ കാണാനില്ല. സിന്ധുപൽചോക് ജില്ലയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. സെപ്റ്റംബർ മാസത്തോടെ റെഗുലർ ക്ലാസുകൾ ആരംഭിക്കാൻ പദ്ധതിയിട്ട് അയർലൻഡ്. തീരുമാനം കോവിഡ് വ്യാപനം കുറഞ്ഞ സാഹചര്യത്തിൽ. ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വിദ്യാർത്ഥികൾക്കും വാക്സിൻ ലഭ്യമാക്കാനാണ് ശ്രമമെന്ന് ഐറിഷ് വിദ്യാഭ്യാസ മന്ത്രി സൈമൺ ഹാരിസ്. സേവന മേഖലകളിൽ നിർബന്ധിത കോവിഡ് വാക്സിനേഷൻ നടത്താൻ തീരുമാനിച്ച് മോസ്കോ. സ്ഥാപനങ്ങളിൽ 60% മുകളിൽ ജീവനക്കാർക്കും വാക്സിൻ ഉറപ്പാക്കും. ജൂലൈ 1-നകം വാക്സിനേഷനുമായി ബന്ധപ്പെട്ട കണക്കുകൾ വ്യക്തമാക്കണമെന്ന് മോസ്കോ മേയർ. കോങ്കോയിലെ കാവു വിമാനത്താവളത്തിൽ അപകടം. 2 ക്രൂ അംഗങ്ങളും ഒരു യാത്രക്കാരനും മരിച്ചു. ടേക്ക് ഓഫിന് ശേഷമാണ് അപകടമുണ്ടായതെന്ന് റിപ്പോർട്ടുകൾ. 4 മാസത്തിനുള്ളിൽ യാത്രാ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും നീക്കുമെന്ന് തായ്ലൻഡ് പ്രധാനമന്ത്രി പ്രയുത് ചൻ-ഓച്ച. രാജ്യം സഞ്ചാരികൾക്കായി പൂർണ്ണമായി തുറന്നുകൊടുക്കും. നടപടി കോവിഡ് വ്യാപനം കുറഞ്ഞ പശ്ചാത്തലത്തിൽ. കോവിഡ് നിയന്ത്രണങ്ങളിൽ ചെറിയ ഇളവുകളുമായി ഓസ്ട്രേലിയ. മെൽബൺ നിവാസികൾക്ക് യാത്രാനുമതി. വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ ദൂരം വരെ യാത്ര ചെയ്യാം. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് നിർദ്ദേശം. യൂറോ കപ്പിൽ റഷ്യയ്ക്ക് ജയം. മറുപടിയില്ലാത്തൊരു ഗോളിന് ഫിൻലൻഡിനെ തോൽപ്പിച്ചു. റഷ്യയ്ക്കായി നിർണായക ഗോൾ നേടിയത് സ്ട്രൈക്കർ ബ്രാൻചുക്. ജയത്തോടെ ഗ്രൂപ്പ് ബിയിൽ റഷ്യ രണ്ടാമത്. യൂറോ കപ്പിൽ പോർച്ചുഗലിന് ജയത്തോടെ തുടക്കം. ഹംഗറിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 3 ഗോളിന്. പോർച്ചുഗലിന് ഇരട്ട ഗോൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ. യൂറോ കപ്പിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ഫ്രാൻസിന് ജയം. ജർമ്മനിയെ തോൽപ്പിച്ചത് എതിരില്ലാത്ത 1 ഗോളിന്. ജർമ്മനിക്ക് തിരിച്ചടിയായി മാറ്റ് ഹമ്മൽസിന്റെ ഓൺ ഗോൾ. ജില്ലാ വാർത്ത. തിരുവനന്തപുരം വർക്കല ഇടവാക്കടപ്പുറത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ വള്ളം പറഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മരിച്ചത് ഇടവ സ്വദേശി സഹീദ്. ശക്തമായ തിരയിൽ സഹീദ് വള്ളത്തിൽ നിന്നും തെറിച്ചു വീഴുകയായിരുന്നു. കൊല്ലം പ്രാക്കുളത്ത് ഷോക്കേറ്റ് മരിച്ചവരുടെ കുടുംബത്തിന്റെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം. കൊല്ലം DCC അധ്യക്ഷ ബിന്ദു കൃഷ്ണ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി.
ഇന്നലെ അന്തരിച്ച അധ്യാപകരും നിരൂപകരുമായ ഡോക്ടർ ജി പത്മനാഭുവിന്റെ മാതാവ് പ്രിയമത അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഇരുവരുടെയും സംസ്കാരം മൺട്രോത്തുരുത്ത് പേഴുത്തുരുത്തിലുള്ള വീട്ടുവളപ്പിൽ നടന്നു. ഓൺലൈൻ ക്ലാസിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് സഹായവുമായി AYF ഹരിപ്പാട് മണ്ഡലം കമ്മിറ്റി ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ സ്മാർട്ട് ഫോണുകൾ കൈമാറി. മുൻ ദേശീയ വോളിബോൾ താരം ദാനിക്കുട്ടി ഡേവിഡിന്റെ 1ാം വാർഷിക അനുസ്മരണം നടത്തി. പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം. പത്തനംതിട്ടയിൽ ഇന്ന് 437 പേർക്ക് കോവിഡ്, 431 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ, 5 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കോട്ടയം കടുത്തുരുത്തി പെരുവാ സ്വദേശി AR രാഹുൽനാഥ് തമിഴ്നാട് ചെങ്കൽപ്പെട്ട് ജില്ലാ കളക്ടർ. 2012 ബാച്ച് തമിഴ്നാട് കേഡർ IAS ഉദ്യോഗസ്ഥനാണ് രാഹുൽ. കോട്ടയം ഞീഴൂർ പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ LP UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നളിനി രാധാകൃഷ്ണൻ നോട്ട് ബുക്കുകൾ കൈമാറി. കോട്ടയത്ത് ഒരു പഞ്ചായത്തിലും സമ്പൂർണ്ണ അടച്ചിടൽ ഇല്ല. C കാറ്റഗറിയിൽ 5 പഞ്ചായത്തുകൾ മാത്രം. തൃക്കൊടിത്താനം, കുറിച്ചി, കുട്ടിക്കൽ, മണിമല, വാഴപ്പള്ളി എന്നീ പഞ്ചായത്തുകളാണ് C കാറ്റഗറിയിലുള്ളത്. നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ മരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ BJPയുടെ പ്രതിഷേധം. വനം വകുപ്പ് കല്ലാർ സെക്ഷൻ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോതമംഗലം പെരുമണ്ടൂരിലെ വനത്തിനുള്ളിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ വ്യാജമദ്യം പിടികൂടി. 1000 ലിറ്റർ വാഷും 35 ലിറ്റർ വ്യാജമദ്യവും വാറ്റുപകരണങ്ങളും പിടികൂടി. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് സഹായവുമായി പൂണിത്തുറ സർവീസ് സഹകരണ ബാങ്ക് 110 തൊഴിലാളികൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ചേതമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് ബാധിതർക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണമെത്തിച്ച് ചാത്തേടം കുറുമ്പത്തുരത്ത് RRT ഗ്രൂപ്പ്. ലോക്ഡൌൺ ആരംഭിച്ചതു മുതൽ ദിനംപ്രതി ഭക്ഷണമെത്തിക്കുന്നത് 200ഓളം പേർ. തെരുവിൽ കഴിയുന്നവർക്ക് വാക്സിനേഷൻ നൽകി കൊച്ചി നഗരസഭ. തിരിച്ചറിയൽ രേഖകളും ആധാർ കാർഡുമില്ലാത്ത 35 പേർക്ക് വാക്സിനേഷൻ നൽകി. NGO കൂട്ടായ്മ വെറുതെ സഹായത്തോടെയായിരുന്നു വാക്സിനേഷൻ. വിസ്ഡം ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ എഡ്യൂപീഡിയ ഗ്ലോബൽ കരിയർ എക്സ്പോ സംഘടിപ്പിച്ചു. 2 ആഴ്ച നീണ്ടുനിന്ന പരിപാടിയിൽ ഉപരിപഠന തൊഴിൽ സാധ്യതകൾ പങ്കുവയ്ക്കുന്ന 20 സെഷനുകൾ ഉണ്ടായിരുന്നു. തൃശൂർ ചേലക്കര ഗ്രാമപഞ്ചായത്ത് 8ാം വാർഡിലെ മുഴുവൻ വീടുകളിലും പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റ് കൈമാറിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡ് മെമ്പറുമായ ഷെലീലിന്റെ നേതൃത്വത്തിൽ. പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് സഹായമെത്തിച്ച SFI പുതുശ്ശേരി ഏരിയ കമ്മിറ്റി. ചെല്ലങ്കാവ് പ്രദേശത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ കൈമാറി. ആനക്ക ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടത്തുന്ന ഭക്ഷ്യക്കിറ്റ് ചലഞ്ചിലേക്ക് സംഭാവന നൽകി പഞ്ചായത്തിലെ അയൽക്കൂട്ടങ്ങൾ. അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് എസ്, പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദിന് തുക കൈമാറി. കോഴിക്കോട് ആനക്കാമ്പോയിൽ 975 ലിറ്റർ വാഷ് പിടിച്ചെടുത്ത് നശിപ്പിച്ച എക്സൈസ് സംഘം. കരിമ്പ് ഭാഗത്ത് പുഴയോട് ചേർന്ന് പാറക്കെട്ടുകൾക്കിടയിൽ സൂക്ഷിച്ചുവെച്ച നിലയിലായിരുന്നു വാഷ് കണ്ടെത്തിയത്. കോഴിക്കോട് ജില്ലയിലെ ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ടെലിവിഷനുകളും മൊബൈൽ ഫോണുകളും സമ്മാനിച്ചു. കോഴിക്കോട് സിറ്റി പോലീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സഹായ വിതരണം. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പഠനോപകരണങ്ങൾ കൈമാറി. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യപ്പെട്ട് SDPI സമരം. തിരൂർ ആസ്ഥാനമാക്കി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന സമരക്കാർ. താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലും താനൂർ നഗരസഭ ഉള്ളൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുമായിരുന്നു സമരം. കരുവാരക്കുണ്ട് പഞ്ചായത്ത് ചെമ്പക്കുന്ന് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം നടത്തി. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം. മലപ്പുറം നിലമ്പൂർ മേഖലയിൽ കനത്ത മഴ. കാഞ്ഞിരപ്പുഴയിൽ ജലവിധാനം ഉയർന്നു. മതിൽമൂല കോളനിയിൽ ചെറിയ തോതിൽ വെള്ളം കയറി. മലപ്പുറം പെരിന്തൽമണ്ണയിൽ തീപിടുത്തം. പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ വ്യാപാര സ്ഥാപനത്തിലാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. വയനാട് ബത്തേരി കാഫി സൈറ്റ്, പയ്യമ്പള്ളി റോഡ്, ബത്തേരി ചേരമ്പാടി റോഡ് എന്നിവയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായെന്ന് IC ബാലകൃഷ്ണൻ MLA. ബത്തേരി മാനന്തവാടി നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത്. വയനാട്ടിൽ കേരള സർക്കാർ സുഭിക്ഷ കേരളം 2021 പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന മത്സ്യകൃഷികളുടെ വിളവെടുപ്പ് തുടങ്ങി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫിഷറീസ് വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആയുർവേദ ആശുപത്രിയിൽ കോവിഡാനന്തര ചികിത്സയ്ക്കായി പ്രത്യേക വാർഡ്. തളിപ്പറമ്പ് നഗരസഭയും ഭാരതീയ ചികിത്സാ വകുപ്പും ചേർന്നാണ് വാർഡ് ഒരുക്കിയത്. പുനർജനി എന്ന പേരിൽ സർക്കാർ ആയുർവേദ ആശുപത്രികളിൽ ചികിത്സ തുടങ്ങിയതിന്റെ ഭാഗമായാണ് നടപടി. ഇന്ധനവില വർധനവിനെതിരെ കാസർഗോഡ് SYS പ്രതിഷേധം. ബദിയടുക്കയിൽ പെട്രോൾ പമ്പിന് മുന്നിൽ ധർണ നടത്തി. ബദിയടുക്ക സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ലീന മണിമേഖല സംവിധാനം ചെയ്ത മാടത്തിയുടെ മോഷൻ പോസ്റ്റർ പുറത്ത്. നടി പാർവതി തിരുവോത്താണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. ജൂൺ 24 OTT റിലീസായി ചിത്രം പുറത്തിറങ്ങും. നിരവധി രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച് നിരൂപക പ്രശംസ സ്വന്തമാക്കിയ ചിത്രമാണ് മാടത്തി.
മോഹൻലാൽ ചിത്രം ആറാട്ട് ഒക്ടോബർ 14 റിലീസ് ചെയ്യും. സിനിമയുടെ സംവിധായകൻ ബി ഉണ്ണികൃഷ്ണനാണ് റിലീസ് ചെയ്ത് പുറത്തുവിട്ടത്. നെയ്യാറ്റിൻകര ഗോപൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. സിനിമയുടെ ആദ്യ ടീസറിന് വലിയ സ്വീകരണമാണ് കിട്ടിയത്. നവാഗതനായ വിഷ്ണു ചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. സുരേഷ് ഗോപിയാണ് പോസ്റ്റർ റിലീസ് ചെയ്തത്. മാജിക് മൊമെന്റ്സിന്റെ ബാനറിൽ ബിജു രാമകൃഷ്ണനാണ് സിനിമ നിർമ്മിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ വിജയിച്ച ദരിദ്ര കുടുംബത്തിലെ പെൺകുട്ടിയുടേത് എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. കുടിലിന് മുന്നിൽ അച്ഛനും അമ്മയും ചേർന്ന മകൾക്ക് മധുരം പങ്കിടുന്ന ഫോട്ടോ ഉപയോഗിച്ചാണ് തെറ്റായ പ്രചാരണം നടത്തുന്നത്. യഥാർത്ഥത്തിൽ 2017 ആന്ധ്രാപ്രദേശിൽ പോലീസ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ വിജയിച്ച മതി വെങ്കട്ടരേവതി എന്ന പെൺകുട്ടിയുടെ ചിത്രമാണ് ഇത്. യുദ്ധഭൂമിയിൽ നിന്ന് കുടുംബത്തോട് യാത്രാമൊഴി പറയുന്ന സൈനികന്റെ വൈകാരിക ദൃശ്യങ്ങൾ വ്യാജം. IS ഭീകരരോട് ഏറ്റുമുട്ടുന്ന ഇറാഖി സൈനികന്റേത് എന്ന കുറിപ്പോടെയാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇറാഖി ഹ്രസ്വചിത്രത്തിലെ ദൃശ്യങ്ങളാണ് വ്യാജ അടിക്കുറിപ്പോടെ പ്രചരിപ്പിക്കുന്നത്. നാളെ അറിയാം. വയനാട് മുട്ടിലിൽ മരം മുറിക്കൽ നടന്ന പ്രദേശങ്ങൾ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള UDF സംഘം നാളെ സന്ദർശിക്കും. പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി മറ്റ് ഘടകകക്ഷി നേതാക്കളും സംഘത്തിലുണ്ടാകും. മുഖ്യപ്രതികൾ ആദിവാസികളെ കബളിപ്പിച്ച് മരം മുറിച്ചതായി പരാതി ഉയർന്ന കോളനികൾ സന്ദർശിക്കും. രാജ്യദ്രോഹ കേസിൽ ചലച്ചിത്ര പ്രവർത്തക ആയിഷ സുൽത്താൻ നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് ആവശ്യം. അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആയിഷയ്ക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നതെന്നും ലക്ഷദ്വീപ് പോലീസ്. കൊല്ലം ബൈപ്പാസിൽ ടോൾ പിരിവ് നാളെ മുതൽ രാവിലെ 7 മണി മുതൽ ടോൾ പിരിവ് ആരംഭിക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ബൈപ്പാസിൽ യാത്ര സൗജന്യം. SBI ഇന്റർനെറ്റ് ബാങ്കിംഗ് നാളെ ഭാഗികമായി മുടങ്ങും. ഉച്ചയ്ക്ക് 12:30 മുതൽ 2:30 വരെ SBI ഇന്റർനെറ്റ് ബാങ്കിംഗ്, യോനോ, SBI ആപ്പ് എന്നിവ പ്രവർത്തിക്കില്ല. സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ ഭാഗമായാണ് അസൗകര്യമെന്ന് SBI അറിയിച്ചു.